ഹലോ, കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ പെയിൻറ് ഒഴിഞ്ഞ കുപ്പികളിൽ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ 4 കുപ്പികളാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ടൊരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. നെക്കിന് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും വിടാതെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മളിവിടെ ഒരു ബോട്ടിൽ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബോട്ടിൽസും കൂടെ പെട്ടെന്നൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ 4 ബോട്ടിൽസും കളർ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ വശം ഒന്ന് അടച്ചു കൊടുക്കണം, കവർ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ ഇട്ടിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എംസിയിലാണ്. ഞാൻ ക്ലേക്ക് പകരമാണ് എംസിയിൽ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പം എംസിയിൽ ഈ 2 പാർട്ട് ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ ചെറിയ ലീവ്സിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. ലീവ്സും അതുപോലെ ഫ്ലവേഴ്സും ആണ് നമ്മളിതിൻ്റെ മുകളിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലേ വെച്ച് ചെയ്യുന്ന പോലെ നമ്മൾ എംസിയിൽ വെച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു ലീവ്സും ഫ്ലവേഴ്സും ആണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ഒട്ടിച്ചു വെച്ച കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ 2 ലീവ്സ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലവർ ചെയ്യാൻ പണിയൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അതിനെ നമ്മൾ ഉള്ളിലേക്ക് ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലവേഴ്സിന് റെഡും ലീവ്സിന് ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറിൽ മാറ്റമൊക്കെ വരുത്താം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇതിനിടയിൽ നമ്മൾ ബാക്കിയുള്ള ബോട്ടിൽസിനും ഇതേ ഫ്ലവേഴ്സും ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് ആകുമ്പോൾ നമ്മൾ പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകും. അപ്പോൾ തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പെയിൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. നമ്മളിവിടെ 4 ബോട്ടിൽസും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽസിൻ്റെ പുറത്ത് ഒന്ന് എഴുതി കൊടുക്കുക. ഞാനിവിടെ ഹോം എന്നാണ് എഴുതുന്നത്. അതും വൈറ്റ് കളർ വെച്ചിട്ടാണ് എഴുതുന്നത്. അതുപോലെ ഓയ്ക്ക് പകരം ഒരു ഹേർട്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എഴുതുകയോ ഡിസൈൻ വരയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ കളേഴ്സിലും മാറ്റം വരുത്താം. ഇതുപോലെ നമുക്ക് 4 ബോട്ടിൽസിലും ഓരോ ലെറ്റേഴ്സ് ഓരോ ബോട്ടിൽസിലാക്കിയാണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 4 ലെറ്റേഴ്സും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ നെക്കിലൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പം നമ്മളിത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കാണാൻ. അതിൻ്റെ മുകളിൽ നമ്മൾ ജൂട്ട് ത്രെഡ് കെട്ടിയതൊക്കെ നല്ല ലുക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്